യേശുവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, യേശുവിൻ്റെ ശിഷ്യരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിനെ ഗുരുവായി, രക്ഷകനായി, നാഥനായി, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വന്ന ദൈവമായി അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുനാഥൻ തൻ്റെ മിഷൻ ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ആദ്യ അധ്യായങ്ങളിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ അനുതാപവും സുവിശേഷത്തിലുള്ള വിശ്വാസവുമാണ് സ്വർഗരാജ്യത്തിലേക്ക്, ശിഷ്യത്വത്തിലേക്ക് ഉള്ള വാതിലിൻ്റെ താക്കോലായിട്ട് കർത്താവ് പറഞ്ഞു വയ്ക്കുക. യേശുനാഥൻ കൃത്യമായിട്ട് പല അവസരങ്ങളിൽ ഇക്കാര്യം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അനുതപിക്കാത്ത നഗരങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇപ്രകാരം നശിക്കും എന്ന്. അപ്പോൾ നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന മനുഷ്യൻ പശ്ചാത്തപിച്ചാൽ രക്ഷപ്പെടും എന്ന വ്യംഗ്യമായ അർത്ഥത്തോടുകൂടെ കർത്താവ് കൃത്യമായിട്ട് ക്ഷണിക്കുന്നത് അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും തന്നെയാണ്. വീണ്ടും സ്വർഗരാജ്യത്തിൽ അനുതപിക്കുന്ന പാപിക്കുണ്ടാകാവുന്ന സ്വീകാര്യതയും സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തെയും പറ്റി പറയുന്നുണ്ട്. 99 പേരും അനുതാപം ആവശ്യമില്ലാത്തവരാണെങ്കിലും ഒരാൾ, പാപിയായിരിക്കുന്ന ഒരാൾ അനുതപിച്ചു വന്നാൽ സ്വർഗം സന്തോഷിക്കും, സ്വർഗത്തിൻ്റെ ദൂതന്മാർ സന്തോഷിക്കുമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇനി കർത്താവിൻ്റെ പ്രഘോഷണത്തിൻ്റെ അവസാനം തൻ്റെ ദൗത്യം മറ്റുള്ളവരെ ഏൽപ്പിച്ച് പോകുന്ന സമയത്ത് കർത്താവ് എന്താണ് നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്? പോവുക, പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, പഠിപ്പിക്കുക. എന്താണ് ഈ ശിഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 47-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ ആദ്യം വേണ്ടത് അനുതാപമാണ് എന്ന് പറയുമ്പോൾ, അനുതപിക്കുന്ന പാപിയെപ്പറ്റി സ്വർഗം സന്തോഷിക്കും എന്ന് പറയുമ്പോൾ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്ന് പറയുമ്പോൾ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള പഠനവും വ്യക്തതയോടുകൂടി പറയുകയാണ്. അനുതാപത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ആ സുവിശേഷം ലോകമെങ്ങും, ജെറുസലത്തിൽ ആരംഭിച്ച് ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടണം. പ്രിയമുള്ളവരെ, നമുക്ക് അനുതപിക്കാം. അങ്ങനെ നാശത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. സ്വർഗത്തിൻ്റെ സന്തോഷവും ആനന്ദവും ഉണ്ടാകുവാൻ വേണ്ടി ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അതുമാത്രമല്ല, അനുതാപത്തിൻ്റെ സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാം. അങ്ങനെ നമ്മൾ മാത്രമല്ല, എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.